ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവത പുരാണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ, അതായത് ആത്മീയ തത്വങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഉദ്ധവ ഗീതയാണ് പഠിക്കാനുള്ളത്. മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത എന്നതുപോലെ തന്നെ 18 പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായ ശ്രീമദ് ഭാഗവത പുരാണത്തിൻ്റെ ഭാഗമാണ് ഉദ്ധവഗീത. ഇത് ഭാഗവതത്തിലെ 11ാമത്തെ സ്കന്ധത്തിലാണ് വരുന്നത്. 11ാമത്തെ സ്കന്ധത്തിന് ഏകാദശ സ്കന്ധമെന്നും പറയും. ഭാഗവതം മൂലത്തിൽ, യഥാർത്ഥ ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങളുണ്ട്. അവയെ 12 സ്കന്ധങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ സ്കന്ധവും വീണ്ടും പല അധ്യായങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഭാഗവതം മൂലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യാസഭഗവാൻ സംസ്കൃതത്തിൽ രചിച്ച യഥാർത്ഥ ശ്ലോകങ്ങളെയാണ്. ഇതിനെയാണ് ഭാഗവതം മൂലരൂപം എന്ന് വിളിക്കുന്നത്. സാധാരണയായി ഭാഗവതം മൂലം ആണ് സപ്താഹ പാരായണത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പ്രസിദ്ധവും ഭക്തിസാന്ദ്രവുമായ ഭാഗമാണ് ദശമസ്കന്ധം. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രധാനമായും ഭഗവാൻ കൃഷ്ണൻ്റെ അവതാര ലീലകളെയാണ് ദശമസ്കന്ധത്തിൽ വിവരിക്കുന്നത്. ഭക്തിരസപ്രധാനമായ ഈ സ്കന്ധത്തെ ഭാഗവതത്തിൻ്റെ ഹൃദയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് ദശമസ്കന്ധത്തിലെ കുറച്ച് പ്രധാന ഭാഗങ്ങൾ, കഥാഭാഗങ്ങൾ ഒന്ന് ചുരുക്കത്തിലൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ആണ് ഏകാദശ സ്കന്ധം വരുന്നത്. ഏകാദശ സ്കന്ധത്തിലാണ് ഉദ്ധവഗീതയുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ദശമസ്കന്ധത്തിലെ കുറച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങളൊന്ന് പറയാം. ഭഗവാന്റെ ജനനം മുതൽ ഉള്ള ലീലകളും അവതാരത്തിൻ്റെ മഹിമകളും ഒക്കെയാണ് ദശമസ്കന്ധത്തിൽ ഉള്ളത്. ആദ്യത്തേത് തന്നെ ശ്രീകൃഷ്ണാവതാരം ജന്മം. കംസൻ്റെ കാരാഗൃഹത്തിൽ ദേവകിയുടെയും വസുദേവൻ്റെയും 8ാമത്തെ പുത്രനായി ഭഗവാൻ ജനിക്കുന്നു. അമ്പാടിയിലേക്ക് മാറ്റപ്പെടുന്നതും യശോദയുടെ പുത്രനായി വളരുന്നതും എല്ലാം മനോഹരമായി വിവരിക്കുന്നു. പിന്നെ ബാലലീലകൾ, പൂതനാമോക്ഷം, ശകടാസുരവധം, തൃണാവർത്തവധം, ഇങ്ങനെ ബാല്യകാലത്തെ പ്രധാന സംഭവങ്ങളെല്ലാം ദശമസ്കന്ധത്തിൽ ഉണ്ട്. പിന്നെ നമ്മൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട വെണ്ണ കക്കുന്നതും യശോദ ഉരലിൽ കെട്ടിയിട്ട് മരുതുമരങ്ങൾക്ക് മോക്ഷം നൽകുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നു. അത് കഴിഞ്ഞ് വൃന്ദാവന ലീലകൾ, കാളിയമർദ്ദനം, ഗോവർദ്ധനോദ്ധാരണം, ബ്രഹ്മവിമോഹനം, ബ്രഹ്മാവ് പശുക്കുട്ടികളെ മോഷ്ടിച്ച കഥ, അതാണ് ബ്രഹ്മവിമോഹനം. പിന്നെ രാസലീല, ഗോപികാഗീതം, ഇങ്ങനെ ദശമസ്കന്ധത്തിലെ അതിമനോഹരമായ ഭാഗങ്ങളെല്ലാം വരുന്നു. ആ രാസലീലയും ഗോപികമാരുമായുള്ള ദിവ്യമായ രാസക്രീഡയും അതെല്ലാം ഭക്തിയുടെ പരമോന്നത അവസ്ഥയാണ് ഇതിൽ വിവരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മധുരാഗമനവും കംസവധവും. പിന്നെ ലീലകളൊക്കെ വൃന്ദാവനത്തിൽ വിട്ടിട്ട് മധുരയിലേക്ക് പോവുകയാണ്. ദശമസ്കന്ധത്തിലെ അതിപ്രധാനമായ ഒരു ഭാഗമാണിത്, ഒരു ഘട്ടമാണിത്. ഭഗവാന്റെ ബാല്യലീലകളിൽ നിന്നും കർമ്മരംഗത്തേക്കുള്ള ഒരു മാറ്റത്തെയാണിത് സൂചിപ്പിക്കുന്നത്. അക്രൂരൻ കൃഷ്ണനെയും ബലരാമനെയും കൊണ്ട് മധുരയിലേക്ക് കൊണ്ടുപോകുന്നു. കംസൻ അയച്ച കുവലയാപീഠം എന്ന കൊലയാനയെയും ചാണൂരൻ, മുഷ്ടികം എന്നിങ്ങനെയുള്ള മല്ലന്മാരെയൊക്കെ കൃഷ്ണൻ വധിക്കുന്നു. ഒടുവിൽ കംസനെ തന്നെയും വധിച്ചു. പിന്നെ കംസൻ്റെ പിതാവായ ഉഗ്രസേനനെ രാജാവായി വാഴിച്ചു. അത് കഴിഞ്ഞിട്ട് തൻ്റെ മാതാപിതാക്കളായ ദേവകിയെയും വസുദേവരെയും കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇത്രയുമാണ് പൂർവാർത്ഥത്തിൽ ഉള്ളത്. അതിനുശേഷം മധുരയിൽ നിന്നും ദ്വാരകയിലേക്കുള്ള യാത്രയായി.
ജരാസന്ധൻ്റെയും കാലയവനൻ്റെയും ആക്രമണങ്ങളിൽ നിന്ന് മധുരാവാസികളെ രക്ഷിക്കാനായിട്ട് കൃഷ്ണൻ വിശ്വകർമാവിനെ കൊണ്ട് സമുദ്രത്തിൻ്റെ നടുവിൽ ദ്വാരക നിർമ്മിച്ചു. യോഗമായയുടെ ശക്തി കൊണ്ട് മധുരയിൽ ഉറങ്ങിക്കിടന്ന ജനങ്ങളെ രാത്രിരഹിതമായി ദ്വാരകയിൽ എത്തിച്ചു എന്നാണ് കഥ പറയുന്നത്. സാധാരണഗതിയിൽ മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്ര ആവശ്യമാണ്. എന്നാൽ ഭഗവാൻ തൻ്റെ യോഗമായ, അതായത് ദിവ്യശക്തി കൊണ്ട് മധുരയിൽ ഉറങ്ങിക്കിടന്ന ജനങ്ങളെ അവരുപോലും അറിയാതെ ഒരു രാത്രി കൊണ്ട്, രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദ്വാരകയിലെത്തിച്ചു. ജനങ്ങൾ ഉറങ്ങാൻ കിടന്നപ്പോൾ മധുരയിലായിരുന്നു. എന്നാൽ നേരം വെളുത്തുണർന്നപ്പോൾ അവർ ദ്വാരകയിലാണ്. ദ്വാരകയിൽ സ്വർണ്ണക്കൊട്ടാരങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ നല്ല നഗരിയിലാണ് അവരെത്തിയിരിക്കുന്നത്. അവർക്ക് രാത്രിയിലെ യാത്രയെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ ഉണ്ടായ ഒരു അത്ഭുതകരമായ സംഭവത്തെയാണ് രാത്രിരഹിതമായി എത്തിച്ചു എന്ന് ഭാഗവതത്തിൽ വിശേഷിപ്പിക്കുന്നത്. ദ്വാരകയിലെത്തി. പിന്നെ രുക്മിണി സ്വയംവരം. രുക്മിണിയുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ അവരെ വിവാഹം കഴിക്കുന്നു. രുക്മിണി മഹാലക്ഷ്മിയുടെ അംശമാണ്. രുക്മിണിക്ക് പുറമെ ഭഗവാന് മറ്റ് 7 രാജകുമാരിമാരെ കൂടി വിവാഹം കഴിക്കേണ്ടി വന്നു. അതിൽ സത്യഭാമ, സത്രാജിത്തിൻ്റെ മകൾ സത്യഭാമ, ജാംബവാൻ്റെ മകൾ ജാംബവതി, യമുനാ നദിയുടെ അധിഷ്ഠാത്രിയായ കാളിന്തി, അവന്തി രാജകുമാരിയായ മിത്രവിന്ദ, പിന്നെ സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നിങ്ങനെ ഉള്ള എല്ലാം കൂടെ കൂട്ടി 8 ഭാര്യമാർ. അവരെ അഷ്ടമഹിഷിമാർ എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം നരകാസുരവധവും 16,000 ഭാര്യമാരും. ഇത് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ. നരകാസുരൻ മഹാദുഷ്ടനായിരുന്നു. ആ ദുഷ്ടനായ അസുരൻ 16,000 രാജകുമാരിമാരെ തടവിലാക്കിയിട്ടുണ്ടായിരുന്നു. സത്യഭാമയോടൊപ്പം ചെന്ന് നരകാസുരനെ വധിച്ച ശേഷം ഭഗവാൻ ഈ 16,000 സ്ത്രീകളെയും വിവാഹം കഴിച്ച് അവർക്ക് ഭാര്യ പദവി കൊടുക്കുകയാണ് ഉണ്ടായത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന ഈ സ്ത്രീകളെ ഭഗവാൻ ഈ ഭാര്യാ പദവി നൽകി ആദരിക്കുകയാണ് ഉണ്ടായത്. നരകാസുരൻ്റെ കാരാഗ്രഹത്തിൽ കടന്നത് കാരണം അവരെ മോചിപ്പിച്ചതിന് ശേഷവും സമൂഹം സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ അച്ഛനമ്മമാരും ഭർത്താക്കന്മാരും ആരും അവരെ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. അവർ അനാഥരാകും എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഭഗവാൻ എല്ലാവരെയും കൃഷ്ണൻ്റെ ഭാര്യ എന്നുള്ള പദവി കൊടുത്ത് കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. അവർക്ക് അഭയം കൊടുക്കുകയാണ് ഉണ്ടായത്. അത്രത്തോളം മഹത്തായ ഈ പ്രവൃത്തിയാണ് കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് മോശമായി കഥകൾ പറയുന്നത്. എത്ര പേർക്കറിയാം ഈ ഒരു ഭാഗം? നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഇതിഹാസ പുരാണങ്ങളെ പരിഹസിക്കുന്നവർക്കും ഒക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഈ കഥകളെല്ലാം. അതിനുശേഷം പിന്നെ സുദാമാവിൻ്റെ കഥയുണ്ട്. സുദാമാവ് കുചേലൻ, കൃഷ്ണൻ്റെ കളിക്കൂട്ടുകാരനായ കുചേലൻ ഭഗവാനെ കാണാൻ പോകുന്നതും അവിൽക്കിഴിയുമായി ദ്വാരകയിലേക്കുള്ള യാത്രയും ഭഗവാനുമായുള്ള ആ ഹൃദയസ്പർശിയായ സമാഗമവും അതെല്ലാം നമ്മൾക്ക് വളരെയധികം കേട്ട് അറിവുള്ള കഥകളാണ്. എന്നാലും എത്ര കേട്ടാലും മതിയാവാത്തതുമാണ്. ഭഗവാനോട് ഒന്നും ആവശ്യപ്പെടാതെ കേവലം ദർശന പുണ്യം മാത്രം ആഗ്രഹിച്ചു പോയതാണ് സുദാമാവ്. ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും നൽകി തൻ്റെ യഥാർത്ഥ ഭക്തനെ അനുഗ്രഹിച്ചു. ഇനി അതിന് ശേഷം ധർമ്മസംരക്ഷണത്തിനായിട്ട് ശിശുപാലവധം, ജരാസന്ധവധം, പാണ്ഡവരെ സഹായിക്കുക, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ദശമസ്കന്ധത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെ സുന്ദരവും വിലയേറിയ സന്ദേശങ്ങളുള്ളതുമായ എത്രയെത്ര കഥകളെ മനോഹരമായി കോർത്തിണക്കിയിരിക്കുന്നു ഈ ദശമസ്കന്ധത്തിൽ. ഭഗവാന്റെ മനോമോഹനമായ സൗന്ദര്യവും ലീലകളും അത്ഭുതങ്ങളും കാരുണ്യവും ഭക്തവാത്സല്യവും അനുഗ്രഹവും ദുഷ്ടനിഗ്രഹവും എല്ലാം കഥകളിലൂടെ രസകരമായി നമുക്ക് കാണിച്ചു തരികയാണ് ദശമസ്കന്ധത്തിൽ. ഭക്തന് ഈശ്വരനോടുള്ള പ്രേമം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതെല്ലാം, ഈ കഥകളെല്ലാം ഇതിൽ പറയുന്നത്. ഭക്തി, കാരുണ്യം ഇതൊക്കെ നമ്മളെ കൂടുതൽ വികാരഭരിതരാക്കുന്നതാണ് അല്ലേ? അതിനാൽ ഈ കഥ കേൾക്കുമ്പോൾ ഭാവാതിരേകം കൊണ്ട് നമ്മളുടെ ഹൃദയം നിറയും, ആനന്ദാശ്രുക്കളൊക്കെ വരും. ആ ഒരു സന്തോഷവും സംതൃപ്തിയുമൊക്കെ അനുഭവിക്കാൻ വേണ്ടി മാത്രം
എത്രയോ ജനങ്ങളാണ് ഈ ദശമസ്കന്ധം കേൾക്കാനായിട്ട് ഭാഗവത സപ്താഹങ്ങളിൽ വരുന്നത്. അത്രയും സമയം നമ്മുടെ മനസ്സിൽ ഭഗവത് ചിന്ത നിറഞ്ഞു നിൽക്കും. അതാണ് ഈ കഥകൾ കൊണ്ടുള്ള ഒരു വലിയ പ്രയോജനം. എത്രത്തോളം സമയം ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോ അത്രയും സമയം നമ്മൾ സത്സംഗത്തിലാണ്. സത്സംഗത്തിൻ്റെ അർത്ഥം ആചാര്യന്മാർ പറയുന്നത് എങ്ങനെയാണ്? സത് അധികം സംഗം, അതായത് സത് പ്ലസ് സംഗം, സത്സംഗം. സത്ത് എന്നാൽ ഭഗവാൻ അല്ലെങ്കിൽ പരമാത്മാവ് എന്നാണ്. അപ്പോൾ സത്തുമായി ചേർന്നിരിക്കുന്നതാണ് സത്സംഗം. അതിന് വേറെ കുറേ ആൾക്കാർ വേണമെന്നൊന്നുമില്ല. ആരുമില്ലെങ്കിലും നമ്മൾ ഈശ്വരചിന്തയും നാമജപവും കീർത്തനങ്ങളും ഒക്കെയായി ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെ സത്സംഗമായി. സത്സംഗമാണ് ഭഗവാനെ ലഭിക്കാൻ അല്ലെങ്കിൽ മോക്ഷം ലഭിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം. ഇത് ഭഗവാൻ ഇനി ഉദ്ധവരോട് പറയാൻ പോകുന്നുണ്ട്. ഏകാദശ സ്കന്ധത്തിൽ സത്സംഗത്തിൻ്റെ മഹിമ വിവരിക്കുമ്പോൾ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ടത്. അതിന് കാരണം സത്സംഗത്തിലൂടെ ചിത്തശുദ്ധി നേടാം. ശുദ്ധമായ ചിത്തത്തിൽ ജ്ഞാനം പ്രകാശിക്കും. അപ്പോൾ ദശമസ്കന്ധത്തിലെ ഭഗവാന്റെ കഥകളെല്ലാം പറഞ്ഞ് നമ്മളെ ഭഗവാനോട് ചേർത്ത് നിർത്തുകയാണ്. അതുകൊണ്ടാണ് ദശമസ്കന്ധം ഭാഗവതത്തിലെ ഏറ്റവും വലിയ അധ്യായമായിരിക്കുന്നത്. അഴുക്കുപുരണ്ട ഒരു കണ്ണാടി എത്രത്തോളം വൃത്തിയാക്കുന്നുവോ അത്രത്തോളം നല്ല പ്രതിഫലനം നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യവും. മനസ്സ് എത്രത്തോളം ശുദ്ധമായിരിക്കുന്നോ അത്രയും നന്നായി നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ചൈതന്യം ഇങ്ങനെ തെളിഞ്ഞു വരും. അത് നമുക്ക് അനുഭവവേദ്യമാകും. ഭഗവാന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം തന്നെ. അപ്പോൾ ഭഗവാൻ നമ്മെ ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ കഥകളെല്ലാം പറഞ്ഞ് സത്സംഗത്തിൽ ഇരുത്തി മനസ്സ് ശാന്തവും ശുദ്ധവുമാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണത് ചെയ്യുന്നത് ഭഗവാൻ? ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത് തത്വോപദേശമാണ്, ജ്ഞാനോപദേശമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ശുദ്ധമായ മനസ്സിൽ ഭഗവാന്റെ ചൈതന്യം നന്നായി പ്രകാശിക്കുമെന്ന്. അപ്പോൾ ശുദ്ധമായ മനസ്സിൽ ഭഗവത് ചൈതന്യം നന്നായി പ്രകാശിക്കാൻ വേണ്ടിയിട്ട്, ആത്മജ്ഞാനം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളെ ഈ കഥകളെല്ലാം പറഞ്ഞ് സത്സംഗത്തിലിരുത്തി ശാന്തമാക്കി കൊണ്ടുവരുന്നത്. നോക്കൂ, ഇതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. ഭഗവാന്റെ അവതാരമായ മഹർഷി വേദവ്യാസൻ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം രചിച്ചതുപോലും ഇതിനു വേണ്ടിയാണ്. ഗീതോപദേശത്തിൻ്റെ പശ്ചാത്തലമാണ് മഹാഭാരതവും അതിലെ യുദ്ധവും. മഹാഭാരതവും അതിലെ യുദ്ധവും എല്ലാം പശ്ചാത്തലമായിട്ട് കൊണ്ടുവന്നിട്ടാണ് ഗീതോപദേശം അതിൽ ഭഗവാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏകാദശ സ്കന്ധത്തിലെ ജ്ഞാനോപദേശത്തിനു മുമ്പുള്ള പശ്ചാത്തലമൊരുക്കുകയാണ് ആ ദശമസ്കന്ധത്തിലെ കഥകളെല്ലാം. ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കുക. ഭാഗവതത്തിൻ്റെ അവസാനത്തോടടുത്ത്, അതായത് 12 സ്കന്ധങ്ങളുള്ളതിൽ 11ാമത്തെ സ്കന്ധത്തിലാണ് ഉദ്ധവഗീത വരുന്നത്. ദശമസ്കന്ധം ഭഗവത് കഥകളെല്ലാം പറഞ്ഞ് സന്തോഷമായിട്ട് നമ്മൾ ഇരുന്നിട്ട് അടുത്ത സ്കന്ധം, അതായത് ഏകാദശ സ്കന്ധത്തിൽ ഭഗവാന്റെ ജ്ഞാനോപദേശം, അതും കഴിഞ്ഞിട്ട് 12ാമത്തെ സ്കന്ധത്തോടുകൂടി ഭാഗവത പുരാണം കഴിയുകയാണ്. ഭാഗവതത്തിലുടനീളം തത്വങ്ങളുണ്ടെങ്കിലും ആത്മീയ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏകാദശ സ്കന്ധത്തിലാണ്. ഭക്തിരസപ്രധാനമായ ദശമസ്കന്ധത്തെ ഭാഗവതത്തിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ ഏകാദശ സ്കന്ധത്തെ ഭാഗവതത്തിൻ്റെ ശിരസ് എന്നാണ് പറയുന്നത്. കാരണം ഭാഗവതധർമ്മവും ആത്മതത്വവുമാണ് ഇതിലെ പ്രധാന വിഷയങ്ങൾ. അത് അല്പം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കുകയും ചിന്തിച്ചുറപ്പിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. ശരിക്കും ഭഗവാൻ ആരാണ്? ഭക്തൻ ആരാണ്? ഈ ലോകം യഥാർത്ഥത്തിൽ എന്താണ്? ഇങ്ങനെയുള്ള സത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ചിന്ത ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഏകാദശ സ്കന്ധം എന്നത് വേദാന്ത ദർശനമാണ്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു സ്കന്ധമാണ് ഏകാദശ സ്കന്ധം. ഇനി നമുക്ക് ഈ ഏകാദശ സ്കന്ധത്തിൻ്റെ ഘടനയെക്കുറിച്ചൊന്ന് കാണാം. ഏകാദശ സ്കന്ധത്തിൽ ആകെ 31 അധ്യായങ്ങളുണ്ട്. ഈ 31 അധ്യായങ്ങളിൽ തന്നെ 2 തരം ഗീതകളെക്കുറിച്ച് പറയുന്നുണ്ട്. 1 തൊട്ട് 4 വരെയുള്ള അധ്യായങ്ങളിൽ
200ഓളം ശ്ലോകങ്ങളുള്ള ഒരു ചെറിയ ഗീതയായ ജായന്തേയ ഗീത അഥവാ നവയോഗി സംവാദം. സാധാരണയായി ഇതിന് നവയോഗി സംവാദം എന്നാണ് പറയുന്നത്. ജായന്തേയ ഗീത എന്നും പേരുണ്ട്. അത് ഒരു ഗീത. രണ്ടാമത്തത് 24 അധ്യായങ്ങളും 1079 ശ്ലോകങ്ങളുമുള്ള വലിയ ഗീതയായ ഉദ്ധവഗീത. ഇത് 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളുമുള്ള ഭഗവത്ഗീതയേക്കാൾ വലുതാണ്. ആകെ 31 അധ്യായങ്ങളിൽ 28 അധ്യായങ്ങൾ ഈ രണ്ട് ഗീതകളുടേതാണ്, ജായന്തേയ ഗീതയും ഉദ്ധവഗീതയും. ബാക്കി 3 അധ്യായങ്ങൾ ആമുഖവും ഉപസംഹാരവുമാണ്. ഇങ്ങനെയാണ് ഏകാദശ സ്കന്ധത്തിൻ്റെ ഘടന. 11ാം സ്കന്ധത്തിൻ്റെ ഭൂരിഭാഗവും തത്വോപദേശങ്ങളാണ്. 1-ാം അധ്യായം യദുവംശത്തിൻ്റെ നാശത്തിന് കാരണമായ ബ്രാഹ്മണശാപത്തിൻ്റെ കഥ പറയുന്നു. 2-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ അതിഗഹനമായ ഒരു ഭാഗമാണ് ജായന്തേയ ഗീത അല്ലെങ്കിൽ നവയോഗീശ്വര സംവാദം. നാരദ മഹർഷി വസുദേവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇത് ഈ സ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിദേഹ രാജാവായ നിമിയും നവയോഗികളും തമ്മിലുള്ള സംവാദത്തിൽ നിമിക്ക് നവയോഗീശ്വരന്മാരിൽ നിന്നും ലഭിച്ച ജ്ഞാനം അഥവാ ഭാഗവതധർമ്മം നാരദ മഹർഷി വസുദേവർക്ക് ഉപദേശിക്കുന്നു. ഇതാണ് 2-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെയുള്ള നവയോഗി സംവാദം അല്ലെങ്കിൽ ജായന്തേയ ഗീത. ഇതിന് ശേഷം 6-ാം അധ്യായം മുതലാണ് ഉദ്ധവഗീത വരുന്നത്. ഇത് 6-ാം അധ്യായം മുതൽ 29-ാം അധ്യായം വരെയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉദ്ധവൻ സ്വീകരിച്ച ഉപദേശമാണ് ഉദ്ധവഗീത. മഹാഭാരത യുദ്ധക്കളത്തിൽ അർജുനൻ്റെ ഗുരുവും യുദ്ധത്തിന് ശേഷം ഉദ്ധവഗീതയിൽ ഉദ്ധവൻ്റെ ഗുരുവും സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ. അർജുനനും ഉദ്ധവനും ഒരേപോലെ ഭഗവാന്റെ ബന്ധുവും സുഹൃത്തും ഭക്തന്മാരുമാണ്. രണ്ടുപേരും ഭഗവാന്റെ വളരെ അടുത്ത സുഹൃത്തും ഭക്തനുമാണ്. ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിൽ യുദ്ധക്കളത്തിൻ്റെ പശ്ചാത്തലവും അർജുനൻ്റെ ആ വിഷാദവും ഭഗവാനോടുള്ള ശരണാഗതിയുമാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് ഗീതാ ഉപദേശം തുടങ്ങുന്നത്. സമാനമായ ഒരു സാഹചര്യം ഭാഗവതത്തിൻ്റെ ഉദ്ധവൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. കൃഷ്ണാവതാരത്തിലൂടെ താൻ ചെയ്യാൻ ആഗ്രഹിച്ച മിക്ക കാര്യങ്ങളും ഭഗവാൻ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ദുഷ്ടനിഗ്രഹം, ശിഷ്ടരക്ഷണം, ധർമ്മസംസ്ഥാപനം, ഇത് 3ഉമാണ് അവതാര ലക്ഷ്യം. ഈ 3 കാര്യവും ഭഗവാൻ ഒരുവിധമെല്ലാം തീർത്തിരുന്നു. മഹാഭാരത യുദ്ധത്തിലൂടെ മിക്ക അസുരന്മാരെയും രാക്ഷസന്മാരെയും ഭഗവാൻ ഇല്ലാതാക്കി. തിരുത്താൻ പറ്റുന്നവരെയൊക്കെ തിരുത്തി, അല്ലാത്തവരെ ഭഗവാൻ അവസാനിപ്പിച്ചു. ഡോക്ടർമാർ സാധാരണ രോഗം ഭേദമാക്കാൻ നോക്കുന്നത് പോലെ ആദ്യം അവർ ശ്രമിക്കും. ഭേദമാകുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ശ്രമിക്കും. ഇനി അഥവാ സാധിച്ചില്ലെങ്കിൽ ആ അവയവം ചിലപ്പോൾ മുറിച്ചു മാറ്റേണ്ടി വരും, ആംപുട്ടേഷൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഭഗവാൻ ശിക്ഷയോ മോക്ഷമോ നൽകുന്നു. ഭഗവാന്റെ സ്വന്തം കുലമായ യാദവർ പോലും അക്കാലത്ത് അത്യധികം ശക്തരും അഹങ്കാരികളും ധർമ്മത്തിന് ഭീഷണിയുമായി മാറിയിരുന്നു. അതിനാൽ യാദവകുലത്തിൻ്റെ നാശത്തിനുള്ള വഴികളും ഭഗവാൻ തന്നെ ഒരുക്കി. യദുകുലത്തിൻ്റെ നാശത്തിന് വിത്ത് വിതച്ച ഒരു ബ്രാഹ്മണശാപമുണ്ടായി. ഏകാദശ സ്കന്ധത്തിൻ്റെ 1-ാം അധ്യായം ഈ കഥ പറയുന്നു. ഇത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏകാദശ സ്കന്ധത്തിൻ്റെ 1-ാം അധ്യായത്തിലെ കഥയോടുകൂടി, ബ്രാഹ്മണശാപത്തിൻ്റെ കഥയോടുകൂടി നമ്മൾക്ക് അടുത്ത ക്ലാസ് തുടങ്ങാം. ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.